ഞാൻ CPM-കാരനാണ്. അതിനിപ്പോ ഞാൻ മുസ്ലിം ലീഗുകാരനും വർഗീയവാദിയല്ല. അതിനിപ്പോ ഞാനെന്താ വേണ്ട? ഹ്യൂമൻ കോളേജിലെ ലെക്ചർ ഒന്നും അല്ലല്ലോ, അംഗൻവാടി ടീച്ചർ. എന്ത് നീ വെള്ളം അടിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. ഇറ്റ എങ്ങനെ എന്തിനു പഠിപ്പിക്കണം അതിന്റെ കാര്യങ്ങളില്ല. അല്ല നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. നീ പോകല്ലേ കൊടുത്താലും പിന്നെ അതങ്ങനെ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ നിങ്ങളുടെ വോട്ടും വേണ്ട, ഒന്നും വേണ്ടെന്ന്. ഹ്യൂമൻ കോളേജിലെ ലെക്ചർ ഒന്നും അല്ലല്ലോ, അംഗൻവാടി ടീച്ചർ. എന്താ ടീച്ചറും അല്ല, ഹെൽപ്പറാ. ഞാൻ പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ. അതൊരു പ്രൊമോഷൻ കിട്ടിയിട്ട് പോകാണ്ടിരിക്കുന്ന ആളല്ലേ? അതെ എന്റെ ഇഷ്ടമല്ലേ. ഞാൻ പ്രൊമോഷൻ കിട്ടി പോവാതിരിക്കണത് അത് എന്റെ ഇഷ്ടാ. കൊട്ടാരത്തില് ലിജോടെ ഇഷ്ടമല്ല ഞാൻ നോക്കണേ. ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ വന്നിരുന്ന നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞത്. വീടിന് മുമ്പിലുള്ള നിന്റെ വീടിന്റെ മുന്നിൽ സ്ഥാപനം പറഞ്ഞോണ്ട് അതിന് ഈ പിള്ളേരുടെ മുന്നിൽ വർത്താനാണ് പറയണേ. ബിനി എന്നെ വിളിക്കും, ടീച്ചർ എന്നെ വിളിക്കും. പല കാലത്തിലും ബിനിനെ വന്ന് ഞാൻ പറയാറുണ്ട്. നീ സമ്മതിച്ചില്ല. എല്ലാ കാലത്തിലും ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നീ ഇന്ത്യക്കാരിയാണ്, വർഗീയവാദിയാണ്. അതായത് അത് നിൽക്കണ്ടേ, വർഗീയവാദിയാ, ഈ വെള്ളം അടിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് നീ പ്രശ്നം ഉണ്ടാക്കണം. എന്തിനാ ഞാൻ വെള്ളം അടിച്ചു നാലാവണേ? ഞാൻ വെള്ളം അടിച്ചു നാലാവണേ? ഞങ്ങൾക്കറിയാം. നിന്റെ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ വെള്ളം അടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. ഞാൻ എന്റെ സർക്കിളിനെ വിളിക്കാനേ, അതേപോലെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വരാതെയൊന്നും ഇരിക്കില്ല. വിളിച്ചോ, ഞാൻ ഇവിടെ നിൽക്കുമല്ലേ, അത്യാവശ്യം അടിക്കാം, വിളിക്കും. വിളിച്ച അവര് വരാതെയൊന്നും ഇരിക്കില്ല. ഒരു സ്ഥാപനത്തിൽ എന്നാ ഇത് ഇങ്ങനത്തെ വൃത്തിയായിട്ട് വർത്താനങ്ങളല്ല ഈ പിള്ളേര് വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. ഞാൻ അറിയണേ ഇത്തയുടെ മജിദിക്കാനും ഞാൻ അറിയണതാണ്. ഇത്ത ഞാനുമായിട്ട് വർത്താനം പറഞ്ഞത് നല്ല രീതിയിലാണ്. എനിക്കറിയാലോ, എനിക്കിവിടെ കിടന്ന് അറിയാൻ പാടില്ല. എന്റെ മുന്നും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വേണമെങ്കിൽ അറിയാം. നിങ്ങൾ എന്റെ ബലാത്സംഗം ചെയ്യുന്ന എനിക്ക് വേണമെങ്കിൽ പറയാലോ. എല്ലാം വീഡിയോയിൽ എടുത്തിട്ടില്ല, സത്യം അയച്ചോളൂ കേട്ടോ. അയച്ചു കൊടുത്ത നീ എന്താ ചെയ്യണേ? NDF-കാർക്കോ PDP-കാർക്കോ അയച്ചോളൂ. അല്ല നീ എന്താ ചെയ്യണേ? അല്ല നീ എന്താ ചെയ്യണേ? ഇന്നലെ 1 മണിയോടുകൂടിയാണ് വണ്ണപ്പുറം മുള്ളംകുത്തി വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ ഹെൽപ്പർക്ക് നേരെ LDF സ്ഥാനാർത്ഥിയുടെ അസഭ്യവർഷമുണ്ടായത്. ഭാഗത്ത് തെറ്റ് തന്നെയാണ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ആ നിലയിൽ പ്രവർത്തിക്കരുതായിരുന്നു. അതിൽ ഞാൻ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെറ്റായ വാക്കുകൾ ഉണ്ടായതിൽ ആ സ്ത്രീയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.